സോഷ്യൽ മീഡിയയിലെ വൈറല് താരങ്ങളാണ് ജാസിയും പങ്കാളിയായ ആഷിയും. എന്നാൽ പലപ്പോഴും കടുത്ത അധിക്ഷേപങ്ങള് ഇവർക്കെതിരെ ഉയരാറുണ്ട്. ഇരുവരുടെയും ബന്ധം തന്നെയാണ് പലരുടെയും പ്രശ്നം. ഇപ്പോഴിതാ തങ്ങൾക്കെതിരെ ഉയരുന്ന പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകുകയാണ് താരങ്ങള്. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. വായിക്കാം. നിങ്ങൾ എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് എന്നാണ് പലർക്കും അറിയേണ്ടത്. ആഷിയും ഞാനും ഓക്കെയാണോ എന്നൊക്കെയാണ് ചോദ്യങ്ങള്. സെക്സിന് ജീവിതത്തില് പ്രാധാന്യമുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഒരു ബന്ധത്തില് പരസ്പര സ്നേഹവും മനസ്സിലാക്കലുമൊക്കെ പ്രധാനമാണ്. പലർക്കും ഇതില് കൂടുതലും അറിയാം. ഞങ്ങളെല്ലാം ലൈവായി വന്ന് കാണിക്കണമെന്നാണോ പലരും ആഗ്രഹിക്കുന്നത്? വിവാഹം എപ്പോഴാണ്? ഞങ്ങൾ പരസ്പരം പിടിച്ചു വെച്ചിരിക്കുകയാണോ? എന്റെ പണം കണ്ടിട്ടാണോ ജാസി ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാറില്ല. ഭാവിയിൽ ഒരു കുട്ടി വേണമെന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. ഇടയ്ക്ക് ഞങ്ങള് സംസാരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇല്ല. എന്റെ ആദ്യ ബന്ധത്തിലെ വിവാഹമോചന നടപടികളെല്ലാം പൂർത്തിയായതാണ്. എനിക്ക് ആ ബന്ധത്തിലെ കുട്ടികളൊന്നുമില്ല. ആ കുട്ടിക്കൊപ്പം 1 മാസം മാത്രമാണ് ഞാൻ ജീവിച്ചത്. പിന്നീട് ഞാൻ ഗൾഫിലെത്തി. പ്രശ്നങ്ങളൊക്കെ ആയ ശേഷം നാട്ടിലെത്തി ആ ബന്ധം നിയമപരമായി അവസാനിപ്പിച്ചു. ആ കുട്ടിക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകിയതാണ്. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൽ കുറ്റബോധമില്ല. പക്ഷെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് വിവാഹം കഴിക്കാൻ നിർബന്ധിതനാകുകയായിരുന്നു. പരസ്പര സമ്മതത്തോടെയാണ് ഞങ്ങൾ വേർപിരിഞ്ഞത്. അല്ലാതെ ഞാൻ ആ കുട്ടിയുടെ ജീവിതം തകർത്തിട്ടില്ല. ആ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവളെ ദ്രോഹിച്ചെന്ന് തോന്നലില്ല. ആ കുട്ടിയുമായി ബന്ധമൊന്നുമില്ല ഇപ്പോള്. ഞാൻ ജീവിതത്തില് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എനിക്കും ആഷിക്കും ഇടയില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പെൺകുട്ടിയാണ്. ആ കുട്ടിയോട് മാത്രമേ എനിക്ക് ജീവിതത്തില് ശത്രുത ഉള്ളൂ. ഇപ്പോഴും ആ കുട്ടി എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കും. ടിക്ടോക്കില് എന്റെ പഴയ വീഡിയോ ഇട്ട് മോശം കമന്റ് ഇടും. ആ കുട്ടി ബാറിലാണ് ജോലി ചെയ്യുന്നത്. ആ കുട്ടിയെ ഞാൻ ആ പ്രശ്നങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ല. അന്ന് ആ പ്രശ്ന സമയത്ത് ഞാൻ ആഷിക്കെതിരെ വീഡിയോ ഇട്ടിരുന്നു. അത് ഇടേണ്ടെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്, ജാസി പറഞ്ഞു. ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചാല് തീർച്ചയായും താൻ പോകുമെന്നും ജാസി വ്യക്തമാക്കി. എനിക്ക് ഒരുപാട് കാലം അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്താണെന്ന് അറിഞ്ഞാല് ജനങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ വിളിക്കണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാൻ കാരണം, താരം പറഞ്ഞു. സോഷ്യൽ മീഡിയ വരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: സോഷ്യൽ മീഡിയയിൽ നിന്നും ഞങ്ങൾക്ക് വരുമാനമുണ്ട്. ദുബായിലെ ടിക്ടോക്കില് ലൈവ് സ്ട്രീമിംഗ് എന്നൊരു പരിപാടി ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാല് അത്യാവശ്യം വലിയ രീതിയിൽ വരുമാനം ഉണ്ടാകും. ഏകദേശം 1 മാസം 2 ലക്ഷത്തിന് മുകളില് വരുമാനം ലഭിക്കും. ഇരുവരും വ്യക്തമാക്കി.